കൂടാരം, കൂടാര നിരകൾ, ഒലൂമലയിലെ ഈ കൂടാരങ്ങൾ യഹോവയുടെ ആജ്ഞയുടെ അതേ പകർപ്പുകളാണ്. ഓരോ കൂടാരവും തൂണുകളിൽ പരിക്കൻ രോമത്തുണികൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയിരിക്കുന്നു. അവയുടെ തൂണുകളിൽ പച്ചില കൊമ്പുകൾ വച്ചുകെട്ടി അലങ്കരിച്ചിരിക്കുന്നു. കൂടാരങ്ങളിൽ ഓരോ റാന്തൽ വിളക്കുകളും തൂക്കിയിട്ടിരിക്കുന്നു. എന്തേ നമ്മുടെ ഗലീലിയക്കാർക്ക് മാത്രം കൂടാരമടിക്കുവാൻ ഒരു സ്പെഷ്യൽ പ്ലേസ്, അതേ ഒരു പ്രത്യേക സ്ഥലം. എന്താ അതിന്റെ കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? യൂദയക്കാർ അല്പം അഹംഭാവമുള്ളവരായിരുന്നു. കാരണം ദേവാലയത്തോട് വളരെ അടുത്തു വസിക്കുവാൻ ഭാഗ്യം ലഭിച്ച തങ്ങൾ ഉയർന്നവരും ഗലീലിയക്കാർ തങ്ങളെക്കാൾ താഴ്ന്നവരായി അവർ കരുതിപ്പോന്നു. അതിനാൽ തിരുനാളുകളിൽ പലപ്പോഴും ഇരുകൂട്ടരും തമ്മിൽ ഷണ്ടകളും മുറുമുറുപ്പുകളും ബലപ്രയോഗങ്ങളും അരങ്ങേറിയിരുന്നു. തീയില്ലാതെ പുകയുണ്ടാവുകയില്ല എന്ന പഴഞ്ചൊല്ലു പോലെ റോമാ സൈന്യം ഇവർ തമ്മിലുള്ള വഴക്കുകൾ പരിഹരിക്കുവാൻ വേണ്ടി പലപ്പോഴും മധ്യസ്ഥരായി മാറേണ്ടി വന്നു. ഇതിനെല്ലാം ഒരു പ്രതിവിധിയായി റോമാ ഭരണകൂടം ഒരു നീണ്ട ചർച്ചയ്ക്ക് ശേഷം ബുദ്ധിപൂർവമായ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ഗലീലിയക്കാർക്ക് കൂടാരമടിക്കാൻ ഈ സ്ഥലം വേർതിരിച്ചു നൽകുക. അങ്ങനെ ഈ സ്ഥലം അവർക്ക് ലഭിച്ചു. അതിനാൽ കൂടാരത്തിരുന്നാൾ എല്ലാവരും എല്ലാ വർഷവും സമാധാനപൂർണമായി ആഘോഷിക്കുവാൻ ഇടവന്നു. കൂട്ടുകാരെ, നമ്മുടെ യേശുനാഥൻ കൂടാരത്തിരുന്നാളിന് പോയതായി യോഹന്നാൻ ശ്ലീഹ തന്റെ 7-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നതായി നാം വായിക്കുന്നു അല്ലേ? അത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? യേശു തന്റെ 3 വർഷ പരസ്യജീവിതകാലത്ത് തന്റെ 12 ശിഷ്യന്മാരുമായി ഈ സ്ഥലത്ത് ഒലൂമലയുടെ മുകളിൽ വന്നാണ് കൂടാരമടിച്ചു താമസിച്ചത്. ഈജിപ്തിലെ പ്രവാസത്തിന് ശേഷം തിരിച്ചു വന്ന് നസ്രത്തിലെ രഹസ്യ ജീവിതകാലത്തും, അതായത് 30 വയസ്സുവരെയുള്ള കാലയളവിൽ ഈശോ പരിശുദ്ധ അമ്മയോടും ഔസേപ്പ് പിതാവിനോടും ഒപ്പം ഇവിടെ ഒലൂമലയിൽ വന്ന് വസിച്ചു തിരുനാൾ ആഘോഷിച്ചു. നമുക്ക് തുടരാം. നമുക്ക് കാണാൻ സാധിക്കുന്നു ഒലൂമലയും ദേവാലയവും തമ്മിൽ വലിയ അകലമില്ല എന്ന്. ഇന്ന് 1-ാം ദിവസം. ഇപ്പോൾ തിരുനാൾ ആഘോഷങ്ങൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന ദേവാലയത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. യഹോവ കൽപ്പിച്ച ദഹന ധാന്യ പാനീയ ബലികളും മറ്റു കാഴ്ചകളും അർപ്പിക്കുന്നതിൽ ജനം വളരെ തീഷ്ണത കാട്ടുന്നു. അതിനോടൊപ്പം ദേവാലയ തിരുക്കർമ്മങ്ങളിൽ അവർ ഭക്തിയോടും ആദരവോടും കൂടി പങ്കുചേരുന്നു. തപ്പു, തന്ത്രി, കുഴല്, വീണ, കിന്നരം തുടങ്ങിയ വാദ്യോപകരണങ്ങളോട് കൂടിയുള്ള ദാവീദിന്റെയും ആസാഫിന്റെയും സ്തോത്രഗീതങ്ങൾ മുഴങ്ങിക്കേൾക്കുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രാർത്ഥനാസ്ഥലങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു. നമ്മുടെ ക്രിസ്തുനാഥൻ ദേവാലയ ഭണ്ഡാര സ്ഥലത്തും സോളമന്റെ മണ്ഡപത്തിലും ഇരുന്ന് പഠിപ്പിച്ചതായി യോഹന്നാൻ ശ്ലീഹ വീണ്ടും തന്റെ 8-ഉം 10-ഉം അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നാം അവിടെ കാണുന്നു റബിമാർ ആ സ്ഥാനങ്ങളിൽ ഇരുന്ന് ജനത്തിന് പ്രബോധനം നൽകുന്നതായി. ദേവാലയവും പരിസരങ്ങളും ആബാലവൃന്ദം ജനങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. അങ്ങനെ കൂടാരത്തിരുന്നാൾ മഹോത്സവത്തിന്റെ ആഘോഷങ്ങൾ ഓരോന്നോരോന്നായി കടന്നുപോയി. 1, 2, 3, 4, 5, 6. ഇന്ന് 6-ാം ദിവസം. അതേ തിരുനാളിന്റെ 6-ാം ദിവസം ദേവാലയത്തിൽ ഇന്നത്തെ ആഘോഷങ്ങൾ പതിവ് മുറ പോലെ തന്നെ അരങ്ങേറുന്നു. മനോഹരമായ കാഹളനാദം നാം കേൾക്കുന്നു. ആത്മീയ ശുശ്രൂഷയിൽ സജീവരായ വിശിഷ്ട വസ്ത്രം ധരിച്ച ധാരാളം പുരോഹിതരും ലേവ്യരും സദുക്കായരും സന്നിഹിതരാണ്. വാദ്യ ഉപകരണങ്ങളുടെ ഹൃദ്യമായ ശ്രുതിതാള ലയധ്വനികൾക്കൊപ്പം ഗായക സംഘത്തിന്റെ ഗാനങ്ങളും നമുക്ക് കേൾക്കാം. സായാഹ്ന ധൂപാർപ്പണത്തോടുകൂടി ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ അവസാനിക്കുന്നു. ജനമെല്ലാം അവരവരുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി വരുന്നു. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ യോവാക്കിമിന്റെയും അന്നയുടെയും കൂടാരത്തിന് മുന്നിലാണ്. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ധാരാളം കൂടാരങ്ങൾ കാണാം. കുടുംബങ്ങളും ബന്ധുമിത്രാദികളും ഒത്തുചേർന്ന്
പങ്കിടുന്ന നിരവധി കൂടാരങ്ങൾ. നല്ല തിരക്ക്. പുറത്തു കുട്ടികൾ കൂട്ടം കൂടി കളിക്കുന്നു. അമ്മമാർ ഭക്ഷണം പാകം ചെയ്യുന്നു. കുടുംബനാഥന്മാർ പല മുഖ്യ ഉത്തരവാദിത്ത നിർവഹണത്തിനായി ഓടി നടക്കുന്നു. സായം സന്ധ്യ, പകൽ വിട പറയുന്നു. രാത്രിയുടെ ആരംഭം. തമസ് പടരുന്നു. ഒലൂമലയുടെ മുകളിൽ നിന്ന് ജെറുസലേം പട്ടണം മുഴുവൻ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു. യഹോവ തന്റെ ജനത്തിന് സമ്മാനിച്ച കാനാൻ ദേശം. ദേവാലയത്തിന്റെ താഴികക്കുടം പൂനിലാവിൽ വെട്ടിത്തിളങ്ങുന്നു. മുകളിൽ മാനത്ത് അസാധാരണവും അപൂർവവുമായ സുന്ദര ദൃശ്യങ്ങൾ തെളിഞ്ഞു വരുന്നു. ഒരു വലിയ കലാകാരൻ തന്റെ ഭാവനയിൽ രൂപപ്പെട്ട രൂപങ്ങൾ തൂലിക കൊണ്ട് വരച്ചു വെച്ചതുപോലെ അവ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. ഒരു വശത്ത് ധൂവനക്ഷത്രം അതിന്റെ ധവളപ്രഭയിൽ ശോഭിക്കുന്നു. മറ്റു താരകങ്ങളും മിന്നിത്തിളങ്ങുന്നു. നയനങ്ങൾക്ക് കൗതുകമുണർത്തുന്ന ഈ മനോഹര ദൃശ്യങ്ങൾ കണ്ട് ആളുകൾ അത്ഭുത പരതന്ത്രരായി സ്തംഭിച്ചു മിഴിച്ചു നോക്കി നിൽക്കുന്നു. ഇപ്പോൾ കുടുംബങ്ങൾ ഒന്നു ചേർന്ന് അത്താഴം കഴിക്കുന്നു. പാലിനായി കരയുന്ന കുഞ്ഞു കുട്ടികളുടെ രോദനം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കാം. ദേ നമ്മുടെ കുഞ്ഞ് അൽഫിയൂസ്. അവന്റെ പപ്പയുടെയും അമ്മയുടെയും കൂടാരം ഉപേക്ഷിച്ച് അന്നയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അന്ന അവന് പൊരിച്ച മീനും അപ്പവും കൊടുക്കുന്നു. അവൻ നല്ല വിശപ്പോടുകൂടി അത് ഭക്ഷിക്കുന്നു. അന്ന യോവാക്കിമിനും ഭക്ഷണം വിളമ്പിക്കൊടുത്ത ശേഷം അവളും കഴിക്കുന്നു. കൂടാരങ്ങളിലെല്ലാം സാവധാനം നിശബ്ദത പരക്കുന്നു. വിളക്കുകൾ ഓരോന്നോരോന്നായി അണയുന്നു. തന്റെ കരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞ് അൽഫിയൂസിനെ താരാട്ടിക്കൊണ്ട് അന്ന യോവാക്കിമിനോട് ഹൃദ്യമായ ഒരു രഹസ്യം, ഒരു പരമരഹസ്യം അവന്റെ കാതുകളിൽ ഇങ്ങനെ മന്ത്രിച്ചു. യോവാക്കിം, യോവാക്കിം, ഇന്നലെ ഞാനൊരു കിനാവു കണ്ടല്ലോ. യോവാക്കിം, യോവാക്കിം, ഇന്നലെ ഞാനൊരു കിനാവു കണ്ടുണർന്നു. ഒന്നല്ല രണ്ടു പ്രാവശ്യം വരും വിശുദ്ധ നഗരത്തിൽ അടുത്ത വർഷം. ഒന്നു നമ്മുടെ കുഞ്ഞിനെ ദേവാലയത്തിൽ കാഴ്ചവയ്ക്കാൻ. യഹോവ എത്ര മഹോന്നതൻ, ഉന്നതൻ, കാരുണ്യവാനും ശക്തനും. യോവാക്കിം, യോവാക്കിം, ഇന്നലെ രാത്രിയിൽ ഞാൻ അതിസുന്ദരമായൊരു കിനാവ് കണ്ടു. അടുത്ത വർഷം നമ്മൾ വിശുദ്ധ നഗരത്തിൽ ഇവിടേക്ക് വീണ്ടും 2 പ്രാവശ്യം വരും. ഒന്ന് നമ്മുടെ സ്വന്തം ശിശുവിന്റെ ദേവാലയ കാഴ്ചവെപ്പിനായിരിക്കും. പിതാക്കന്മാരുടെ ആ മഹോന്നതനായ ദൈവം ദയാലുവും പരമകാരുണ്യവാനുമാണ്. യോവാക്കിം ഇത് കേട്ട് അതിശയത്തോടുകൂടി ചോദിച്ചു, അന്നേ പ്രതീക്ഷയുള്ളവളായിരിക്കൂ, വേറൊന്നും നീ കണ്ടില്ലേ? നിന്റെ ഹൃദയത്തിൽ കർത്താവ് ഒന്നും മന്ത്രിച്ചില്ലേ? ഒന്നുമില്ല യോവാക്യം, ഒരു സ്വപ്നം മാത്രം. പ്രിയ അന്നേ, നാളെ പ്രാർത്ഥനയുടെ അവസാന ദിവസമാണ്. ബലികളും കാഴ്ചകളും നേർച്ചകളും എല്ലാം നാം അർപ്പിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും അവയെല്ലാം ഒന്നുകൂടെ നമ്മുടെ ആത്മാർത്ഥവും വിനീതവുമായ ഹൃദയം കൊണ്ട് ഇസ്രയേലിന്റെ ശക്തിദുർഗവും അഭയശിലയുമായ ആ കർത്താവിന്റെ മുമ്പിൽ ഒരു നൈവേദ്യമെന്ന പോലെ സമർപ്പിക്കാം. നമ്മുടെ വിശ്വസ്ത സ്നേഹനിമിത്തം അവിടുന്ന് നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും. എൽക്കാന അന്നയ്ക്ക് സാമുവേലിനെ ലഭിച്ചതുപോലെ നിനക്കും സംഭവിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് എൻ്റെ ഉറച്ച വിശ്വാസം. തന്റെ സ്നേഹനിധിയായ കണവന്റെ വിശ്വാസ തീഷ്ണത കണ്ട് അന്ന പ്രത്യാശയോടെ തന്റെ ഉള്ളിലെ ആ ആഗ്രഹം ഇങ്ങനെ ചൊല്ലി, ദൈവം നിനക്കത് നൽകട്ടെ. സമാധാനത്തിൽ പോവുക, സമാധാനത്തിൽ പോവുക. നീ അപേക്ഷിച്ച കാര്യം ഇസ്രയേലിന്റെ ശക്തനായവൻ നിനക്ക് നൽകിയിരിക്കുന്നു എന്ന് ആരെങ്കിലും എന്നോടൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ
എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എൽക്കാന അന്നയെ ഏലി പുരോഹിതൻ ആശംസിച്ച് അനുഗ്രഹിച്ചതുപോലെ പ്രിയനേ. യോവാക്യം സുസ്മേരവദനത്തോടെ അവളെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് അവൾക്കിങ്ങനെ ഉത്തരം കൊടുക്കുന്നു. കൃപാവരൻ ലഭിച്ച് നിന്റെ ശിശു നിന്റെ ഉദരത്തിൽ ആദ്യമായി മറിഞ്ഞു വീഴുമ്പോൾ അത് നിന്നോട് ചൊല്ലും. നിഷ്കളങ്കതയുടെ ശബ്ദമായതുകൊണ്ട് അത് ദൈവസ്വരമായിരിക്കും അന്നേ. കൂടാരങ്ങൾ ഇപ്പോൾ അന്ധകാരത്തിൽ നിശബ്ദമായി. അന്ന കുഞ്ഞ് അൽഫിയൂസിനെ അവന്റെ സഹോദരങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അടുത്തുള്ള കൂടാരത്തിൽ കൊണ്ടുചെന്ന് വളരെ ശ്രദ്ധാപൂർവം അവനെ അവരുടെ അടുത്ത് കിടത്തി പുതപ്പിച്ചു. അതിനുശേഷം അന്ന അവളുടെ കൂടാരത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അവസാനമായി അവരുടെ വിളക്കും അണഞ്ഞു. താഴെയുള്ള കൂടാരങ്ങൾക്ക് കൂട്ടായി അമ്പരവീതിയിൽ മിന്നി മിന്നി നിൽക്കുന്ന അസംഖ്യം താരകങ്ങൾ മാത്രമായി അവശേഷിച്ചു. അങ്ങനെ കഴിഞ്ഞു കൂടാരത്തിരുന്നാൾ മഹോത്സവം. അത് പര്യവസാനിച്ചു. യഹോവയുടെ ജനം പൊടിപൂരമായി, അതെ ഗംഭീരമായി തന്നെ അത് ഘോഷിച്ചു. അതിനാൽ അതിസങ്കീർണവും ബഹുലവുമായ ജനപ്രവാഹവും ആ വലിയ ജനസാന്ദ്രതയും ഇപ്പോൾ വളരെ കുറഞ്ഞു. സത്രങ്ങളും തെരുവുകളും വ്യാപാര കേന്ദ്രങ്ങളും എല്ലാം സാവധാനം ശൂന്യമായി തുടങ്ങിക്കഴിഞ്ഞു. ജനമെല്ലാം സ്വഭവനങ്ങളിലേക്ക് മടങ്ങുന്നു. സുഹൃത്തുക്കളെ, ജെറുസലേമും അതിന്റെ പ്രാന്തപ്രദേശങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. I like it. I am very, very happy. I like it. I am very, very happy. നിങ്ങൾ കണ്ടോ, അവിടെ നമ്മുടെ ഗലീലിയക്കാർ അവരുടെ കൂടാര സാധന സാമഗ്രികൾ എല്ലാം അഴിച്ചു പാക്ക് ചെയ്തു കഴിഞ്ഞു. മടക്ക യാത്രയ്ക്ക് റെഡിയായി നിൽക്കുന്നു. നമുക്കും അവരുടെ കൂടെ ഗലീലിയ നസ്രത്തിലേക്ക് തിരിച്ചു പോകാം. അവരെ അനുയാത്ര ചെയ്യാം. മടക്ക യാത്ര ആരംഭിച്ചു. മനോഹരമായ വീഥികൾ, റോമക്കാരുടെ സംഭാവനകൾ, ജോർദാന്റെ തീരത്തുകൂടിയുള്ള ഈ സഞ്ചാരം നല്ല ഉന്മേഷം പകരുന്നു. ജോർദാന്റെ സൗന്ദര്യവും കർത്താവിന്റെ മഹിമയെയും പുകഴ്ത്തി ഏകസ്വരത്തിൽ ഗാനമുതിർത്തി അതേ സംഗീതാലാപനത്തോടുകൂടി അവർ നടന്നു നീങ്ങുന്നു. ജോർദാൻ നദി കാനാൻ ദേശത്തെ പുണ്യനദി. ഓതിത്തരു കർത്താവിന്റെ മഹിമകൾ. ജോർദാൻ നദി കാനാൻ ദേശത്തെ പുണ്യനദി. ഓതിത്തരു കർത്താവിന്റെ മഹിമകൾ. ജോർദാൻ നദി കാനാൻ ദേശത്തെ പുണ്യനദി. ചൊല്ലിത്തരു കർത്താവിന്റെ ചെയ്തികൾ. നീലാംബരത്തിൻ വർണ്ണശോഭയുള്ള നിന്റെ ലാവണ്യത്തിൽ ഞാൻ ലയിച്ചു. ഹെർമോൺ പർവ്വത നിരകളിൽ നിന്നുള്ള നിന്റെ ഉത്ഭവം എത്ര വിശിഷ്ടം ധന്യം. പർവ്വത നിരകളിൽ നിന്നുള്ള നിന്റെ ഉത്ഭവം എത്ര വിശിഷ്ടം ധന്യം. ജോഷ്വ നയിച്ച ഇസ്രായേൽ മക്കൾ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് നിന്റെ വരണ്ടതാം കരഭൂമിയിലൂടെ ചുവടുവച്ചു നടന്ന് വാഗ്ദത്ത ഭൂമി സ്വന്തമാക്കി.
രൂബൻ, ഗാദ്, മനാസേ, ലേവി, സെബുലോൺ, നഫ്താലി, യൂദയാ ഗോത്രങ്ങൾ. ദേശം സ്വന്തമാക്കി കാനാൻ ദേശം കരസ്ഥമാക്കി യൂദയാ ഗോത്രങ്ങൾ കാനാൻ ദേശം സ്വന്തമാക്കി. ലേവി പുരോഹിതർ ജോർദാനിൽ നിന്ന് 12 ഗോത്രങ്ങൾക്കായി 12 കല്ലുകൾ ശേഖരിച്ചു. സിറിയൻ സൈന്യാധിപൻ നാമാമിന്റെ കുഷ്ഠരോഗം മുക്തമാക്കാൻ എലീശ കൽപ്പിച്ച നിന്നിലെ സ്ഥാനം ശ്രേഷ്ഠയാ നിനക്കു കീർത്തിയേകി. ദേശത്തെ ഫലപുഷ്ടമാക്കും പുണ്യവാഹിനി നീ എത്ര സുന്ദരി. കളകളനാദത്തിൽ മന്ദമാരുതന തഴുകി തഴുകി ഒഴുകും കല്ലോലിനി. കൂടാരത്തിരുന്നാൾ കഴിഞ്ഞ് നസ്രത്തിൽ മടങ്ങിയെത്തിയ യോവാക്യും അന്നയും അവരുടെ ആ പഴയ അനുദിന ജീവിതചര്യയിലേക്ക് അവർ കടന്നു വന്നു കഴിഞ്ഞു. ഏതാനും മാസങ്ങൾ കടന്നുപോയി. ദേവാലയത്തിൽ വെച്ച് യഹോവയുടെ ആ വലിയ അനുഗ്രഹം, അതേ ആ പെരിയ ആശിസ് ഏറ്റുവാങ്ങിയ അന്ന ഗർഭിണിയാകുന്നു. അങ്ങനെ അവൾക്ക് രക്ഷകന്റെ അമ്മയെ ലഭിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. Wonderful! Wonderful! ലോകരക്ഷകന്റെ പുണ്യജനനിയെ സ്വന്തം ഉദരത്തിൽ വഹിക്കുവാൻ അന്നയ്ക്ക് ഭാഗ്യം ലഭിച്ചു. കൂട്ടുകാരെ, നമ്മളിപ്പോൾ യോവാക്യും അന്നയുടെയും നസ്രത്തിലെ ഭവനത്തിന്റെ മുന്നിലാണ്. സുപ്രഭാതം പൊട്ടിവിടർന്നു. കിളികളുടെ കലപില നാദങ്ങൾ ഉഷസ്സിന് സംഗീതം പകരുന്നു. വസന്തത്തിന്റെ മനോഹാരിതയും പരിമളതയും ഊർജ്ജസ്വലതയും പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമാണ്. അതാ നാം കാണുന്നു, പൂത്തുലഞ്ഞു നിൽക്കുന്ന അവരുടെ ആരാമം. Beautiful garden! വെള്ളയും പവിഴ ചെമപ്പ് വർണ്ണങ്ങളിലുള്ള നറുമണം പേറുന്ന ധാരാളം പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന വിഷലതാദികൾ. അന്ന അവളുടെ ഭവനത്തിൽ തറയിലിരുന്ന് വസ്ത്രം നെയ്യുന്നു. സുഗന്ധം പരത്തുന്ന പൂക്കളുള്ള വൃക്ഷച്ചില്ലകൾ അവിടവിടെയായി ജഗ്ഗുകളിൽ അലങ്കാരമായി വെച്ചിരിക്കുന്നു. അവൾ തറയിൽ നല്ല നിറമയുള്ള തുണികൾ കുഞ്ഞിനു വേണ്ടി നെയ്തുകൊണ്ട് പാടുന്നു. പാട്ടിനൊത്ത് പാദങ്ങൾ ചലിപ്പിച്ച് പുഞ്ചിരി തൂകി നെയ്തുകൊണ്ടിരിക്കുന്നു. അവളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആനന്ദത്തിൽ നിന്നാണ് ഈ പുഞ്ചിരി ഉദിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
സർവശക്തന്റെ അനന്തകൃപ അന്നയിലേക്ക് താണിറങ്ങി. അങ്ങനെ പടുവൃക്ഷമായ അന്നയിൽ ഒരു പുതിയ ശാഖ മുളച്ചു പൊങ്ങി. അതെ, അവളുടെ വാർദ്ധക്യത്തിൽ അവൾ ഫലം ചൂടി പുഷ്പിച്ചു നിന്നു. ആ ആനന്ദ ലഹരിയിൽ ലയിച്ചേ അവൾ ആടിപ്പാടി. അന്ന ഈ പാട്ട് 4-ാം പ്രാവശ്യം ആവർത്തിച്ചു പാടാൻ ഒരുങ്ങിയ സമയത്ത് യോവാക്യം തോട്ടത്തിൽ നിന്ന് കയറി വരുന്നു. നിനക്ക് സന്തോഷമാണോ അന്നേ? നിന്നെ കണ്ടിട്ട് വസന്തത്തിലെ ഒരു വാനമ്പാടിയെ പോലെയുണ്ട്. ഏത് പാട്ടാണത്? ആരും അത് പാടിയത് ഞാൻ കേട്ടിട്ടില്ല. അത് ഇവിടെ നിന്ന് നിനക്ക് കിട്ടിയ ഗാനമാണ് പ്രിയനെ. എന്റെ ഹൃദയത്തിന്റെ ആഹ്ലാദത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ഗാനമാണത്. അന്ന എഴുന്നേറ്റ് പുഞ്ചിരി തൂകിക്കൊണ്ട് ഭർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ എല്ലാ കാലത്തെക്കാളും സുന്ദരിയും ചെറുപ്പക്കാരിയുമായി കാണപ്പെടുന്നു. നീ ഒരു കവയിത്രിയാണെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. അത്ഭുതത്തോടെ അവളെ നോക്കിക്കൊണ്ട് യോവാക്യം പറഞ്ഞു. അവർ പ്രായമുള്ള ദമ്പതികളാണെന്ന് തോന്നുകയില്ല. അവരുടെ പരസ്പര നോട്ടത്തിൽ യുവ ദമ്പതികളുടെ വാത്സല്യമാണുള്ളത്. ഞാൻ തോട്ടത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് വരുമ്പോഴാണ് നിന്റെ സംഗീതം കേൾക്കുന്നത്. വർഷങ്ങളായി നിന്റെ സ്വരം ഞാൻ കേട്ടിട്ടില്ലല്ലോ. പ്രണയത്തിലിരിക്കുന്ന അരിപ്രാവിന്റെ കൂജനം പോലെ എനിക്കത് അനുഭവപ്പെടുന്നു. എനിക്ക് വേണ്ടി ആ പാട്ടൊന്ന് ആവർത്തിക്കുന്നതിൽ പ്രയാസമുണ്ടോ പ്രിയേ? അന്ന മറുപടി കൊടുക്കുന്നു. അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഞാൻ അത് പാടും. ഇസ്രയേൽ മക്കൾ തങ്ങളുടെ പ്രതീക്ഷകൾ, സന്തോഷം, സന്താപം എല്ലാം എല്ലായ്പ്പോഴും സംഗീതത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ ആമോദം എന്നെ തന്നെയും അങ്ങയെയും അറിയിക്കുക എന്ന കർത്തവ്യം ഞാനിപ്പോൾ പാട്ടിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അത് എന്നോട് തന്നെ പറയുന്നതിനും വേണ്ടിയാണ്. കാരണം ഇപ്പോൾ അതെനിക്ക് ഉറപ്പാണ്. ഐ ആം ഷുവർ. അന്ന തന്റെ ഗാനം ഒരു പൂങ്കുയിൽ സ്വര മാധുര്യത്തിൽ വീണ്ടും ആലപിക്കുന്നു. എന്നാൽ ആ ശിഖരത്തിൽ ഒരു റോസാപ്പൂ ഉണ്ട്, വളരെ മാധുര്യമുള്ള ഒരു ആപ്പിളുണ്ട്, ഒരു നക്ഷത്രമുണ്ട് എന്ന പാട്ടിന്റെ കാതലായ വെരി ഇമ്പോർട്ടന്റ് ആയ ഭാഗം വന്നപ്പോൾ നല്ല രാഗത്തിൽ പാടിക്കൊണ്ടിരുന്ന അവളുടെ മുഴക്കമുള്ള ശബ്ദം, വോയിസ് വിറയ്ക്കുവാനും നിലയ്ക്കുവാനും തുടങ്ങി. വികാരാധീനയായി സന്തോഷാശ്രുക്കൾ പൊഴിച്ചു തന്റെ വിറയ്ക്കുന്ന കരങ്ങൾ സ്വർഗത്തിലേക്ക് അവൾ ഉയർത്തിക്കൊണ്ടേ യോവാക്യമിനോട് ആ സത്യം ഉച്ചത്തിൽ ഇങ്ങനെ ഉദ്ഘോഷിച്ചു. എന്റെ പ്രിയനെ, ഞാനൊരു അമ്മയാണ്. ഐ ആം എ മദർ. ഞാനൊരു അമ്മയാണ്. അവൾ അവന്റെ വശത്തിൽ അഭയം പ്രാപിച്ചു. യോവാക്യം സ്നേഹത്തോട് നീട്ടിയ അവന്റെ കരങ്ങളിൽ അവളെ വശസിനോട് ചേർത്ത് ആശ്ലേഷിച്ചു. ഏറ്റവും വിശുദ്ധവും ആനന്ദപ്രദവുമായ ആലിംഗനം. യോവാക്യമിന്റെ മുഖം പ്രസന്നമായി. കൃതാർത്ഥനായ അവൻ അടുത്ത നിമിഷം തന്നെ അന്നയുടെ ശിരസിൽ തലോടിക്കൊണ്ട് ജിജ്ഞാസപൂർവം ചോദിച്ചു, എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ അന്നേ? പ്രിയനേ, അത് തീർച്ചയാകട്ടെ എന്ന് ഞാൻ കരുതിയാണ്. ഇത്രയും വയസ്സായ അതേ പ്രായമായ ഞാൻ ഒരമ്മയാണെന്നറിയുക, അത് നേരായിരിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് തന്നെ കഴിഞ്ഞില്ല. ഏറ്റവും കൈപ്പേറിയ ഒരു നിരാശ അങ്ങേക്ക് തരുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കഴിഞ്ഞ കിസ്ലേവ് മാസം അവസാനം മുതൽ എന്റെ ഉദരം പുതുമയാർന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ആലപിച്ചതുപോലെ ഒരു പുതിയ ശാഖ, എ ന്യൂ ബ്രാഞ്ച്, അതിൽ നിന്ന് പൊട്ടിവിടരുന്നതായും മനസ്സിലായി. എന്നാൽ ഇപ്പോൾ ആ ശാഖയിൽ ഒരു കായ് പിടിച്ചു എന്നത് എനിക്ക് തീർച്ചയായി. ഐ ആം ഷുവർ. ഐ ആം പ്രഗ്നന്റ്. നോക്കൂ, ആ തുണിക്കുള്ള നൂൽ പിറക്കാൻ പോകുന്ന പൈതലിനുള്ളതാണ്. തന്റെ ചുളിവ് വീണ ഹസ്തങ്ങൾ മാറിൽ ചേർത്തു വച്ചു വിസ്മയത്തോടെ യോവാക്യം ചോദിച്ചു, ഒക്ടോബർ മാസത്തിലെ കൂടാരത്തിരുന്നാളിന് ജെറുസലേമിൽ നിന്നു നീ വാങ്ങിച്ച നൂലല്ലേ എന്നെയത്? അതെ പ്രിയനെ, കാത്തിരിക്കുമ്പോൾ ഞാനത് നൂൽക്കുന്നു.
പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഉറച്ച പ്രതീക്ഷയുള്ളവളായിരുന്നു. കാരണം ഒരു അസാധാരണ സംഭവം നടന്നു. An extraordinary thing happened. കൂടാരത്തിരുന്നാളിന്റെ അവസാന ദിവസം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിലായിരുന്നപ്പോൾ ഒരു സ്ത്രീക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്രമാത്രം അടുത്തുപോകാമോ അത്രയും അടുത്തുപോയി. തൊട്ടടുത്തുപോയി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. നേരം സന്ധ്യയായി. അല്പം കൂടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ യാചിച്ചത് അങ്ങ് ഓർക്കുന്നുണ്ടോ? അനുഗ്രഹം ലഭിക്കാതെ, വിത്തൗട്ട് ബ്ലെസ്സിംഗ്, അവിടം വിട്ടു പോകുവാൻ എനിക്ക് കഴിഞ്ഞില്ല. വർദ്ധിച്ചു വരുന്ന ഇരുട്ടിൽ ഞാനൊരു പ്രകാശം കണ്ടു. I saw a light. പ്രകാശം, ഒരു പ്രകാശം, ഒരു പൊൻപ്രകാശം ഞാൻ ദർശിച്ചു. അനിമതി ശോഭയും പവിഴരത്ന പ്രഭയുമുള്ള ദേവാലയ തിരശീലയ്ക്കുള്ളിലെ ഒരു കെരൂബിൻ പാദത്തിൽ നിന്ന് ഒരു താരകം, ഒരു പൊൻതാരകം എന്നിലേക്ക് വന്നു ചൊല്ലി, നീ ചോദിച്ചത് നിന്നിലേക്കു വന്നിടട്ടെ, നീ യാചിച്ചത് നിനക്കു ലഭിച്ചിടട്ടെ, നീ ചോദിച്ചത്